സ്ക്രീനിൽ നിറഞ്ഞാടുന്ന മോഹൻലാൽ ഭാവങ്ങൾ. ഏറെക്കാലത്തിന് ശേഷം പിരിമുറുക്കങ്ങളൊന്നുമില്ലാതെ പ്രിയപ്പെട്ട ലാൽ ഭാവങ്ങൾ കൊണ്ട് നിറഞ്ഞ കഥയും കഥാപാത്രവും. എന്നാൽ അതിൻ്റെ എല്ലാമൊപ്പം ഒരാൾ കൂടി കയ്യടി വാങ്ങുകയാണ്. സാക്ഷാൽ മോഹൻലാൽ ഓപ്പോസിറ്റ് നിൽക്കുമ്പോഴും ആ നടൻ തെല്ലും പതറുന്നില്ല. ഹ്യൂമർ സീനുകളിൽ പലരെയും കവച്ചു വയ്ക്കുന്ന പ്രകടനം. പറയുന്നത് സംഗീത് പ്രതാപ് എന്ന അഭിനേതാവിനെ പറ്റിയാണ്. സത്യനന്ദിക്കാട് എന്ന സംവിധായകൻ മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോയെക്കുറിച്ച് വിശേഷിപ്പിച്ചത് മറ്റൊരു മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടെന്നാണ്. അത് തെല്ലും അതിശയോക്തി അല്ലെന്നും സംഗീത് ആ നല്ല വാക്കുകൾ അർഹിക്കുന്നുണ്ടെന്നും ഹൃദയപൂർവ്വം കണ്ടു കഴിഞ്ഞിറങ്ങുന്ന ഓരോ പ്രേക്ഷകരും സമ്മതിക്കും. സംഗീതിൻ്റെ തുടക്കം സിനിമാ മോഹിയായ ഏതൊരു സാധാരണക്കാരെയും പോലെ തന്നെയായിരുന്നു. എഡിറ്റിംഗ് ആയിരുന്നു ആദ്യ മേഖല. 5000 രൂപയ്ക്ക് അനിമേഷൻ വർക്കുകൾ ചെയ്തുകൊണ്ട് തുടക്കം. അവിടെ നിന്ന് കല്യാണ വർക്കുകളും ഷോർട്ട് ഫിലിമുകളും എഡിറ്റ് ചെയ്ത് എഡിറ്റിങ്ങിൻ്റെ ലോകത്തേക്ക് പതിയെ സംഗീത് പിച്ചവെച്ചു. എഡിറ്റർ ഷമീർ മുഹമ്മദിൻ്റെ അസോസിയേറ്റായി തുടങ്ങിയ ആ പയ്യൻ എഡിറ്റിങ്ങിൽ സംസ്ഥാന പുരസ്കാരമടക്കം ഇന്ന് സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്നാലിപ്പോൾ എഡിറ്റർ മാത്രമല്ല, നല്ലൊരു അഭിനേതാവ് കൂടിയാണ് സംഗീത് പ്രതാപ്. കാലാകാലങ്ങളായി മലയാളമായാലും തമിഴായാലും നായകൻ്റെ കൂട്ടുകാരൻ എന്നൊരു തസ്തിക റോൾ പല വലിയ താര സിനിമകളിലും ഉണ്ടാകും. നായകനൊപ്പം നടന്ന് ചിരിപ്പിച്ച് അവൻ്റെ പ്രണയത്തിന് കൂട്ടുനിന്ന് ചിലപ്പോൾ തല്ലുവാങ്ങി പിന്നീട് കഥയിൽ നിന്ന് ഒരു പരിധിക്ക് ശേഷം മാഞ്ഞു പോകുന്ന ഇത്തരം കഥാപാത്രങ്ങൾ ഒരു സമയത്തിന് ശേഷം മലയാള സിനിമയിൽ നിന്നുൾപ്പെടെ മാഞ്ഞു പോയിരുന്നു. അവിടേക്കാണ് സംഗീത് പ്രതാപ് എന്ന നടൻ തനിക്കായി ഒരു സ്ഥാനം കെട്ടിയുറപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അയാൾ ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ ഒരു വ്യത്യസ്തതയുണ്ടാകും. കഥയിൽ നിന്ന് ഒരു സമയത്തിനപ്പുറം മാഞ്ഞു പോകാത്ത, ആ കഥയിൽ സ്വാധീനം ചെലുത്തുന്ന റോളുകളായിരിക്കും അവയെല്ലാം. സച്ചിൻ്റെയും റീനുവിൻ്റെയും കഥ അമൽ ഡേവിസ് ഇല്ലാതെ പൂർണ്ണമാകില്ല. ഒരുപക്ഷെ സംഗീതിൻ്റെ അമൽ ഡേവിസ് ഇല്ലായിരുന്നെങ്കിൽ പ്രേമലു എന്ന സിനിമ എങ്ങനെയെന്ന് കൂടി ഇന്ന് ചിന്തിക്കാൻ കഴിയില്ല. അത്രത്തോളമായിരുന്നു ആ കഥാപാത്രത്തിൻ്റെയും സംഗീതിൻ്റെയും ഇമ്പാക്റ്റ്. അമൽ ഡേവിസ് ആളൊരു രസികൻ തന്നെയെന്ന് അന്ന് കേരളവും കടന്ന് ഇന്ത്യൻ സിനിമ ഒട്ടാകെ പറഞ്ഞു. അവിടെയെല്ലാം സംഗീത് പ്രതാപ് എന്ന അഭിനേതാവ് കൂടി അടയാളപ്പെടുത്തപ്പെട്ടു. കേവലം തമാശകൾ വാമൊഴിയായി പറയുന്നതിനു പകരം സംഗീതിൻ്റെ ഓരോ നോട്ടവും എക്സ്പ്രഷനും ഡയലോഗ് മോഡുലേഷനും ചിരിയുണർത്തി. അമൽ ഡേവിസായി നമ്മൾ കണ്ട സംഗീതായിരുന്നില്ല ബ്രൊമാൻസിലെ ഹരിഹരസുധൻ. നോട്ടത്തിലും ഭാവത്തിലും അടിമുടി മാറ്റം. ആ സിനിമയും മൊത്തത്തിൽ താങ്ങി നിർത്തിയത് സംഗീതിൻ്റെ ഗംഭീര പ്രകടനമായിരുന്നു. ഇന്ന് ഹൃദയപൂർവ്വത്തിലെത്തുമ്പോൾ ജെറി എന്ന സംഗീത കഥാപാത്രം കഥയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒരാളാണ്. ചിത്രത്തിൻ്റെ തുടക്കം മുതൽ തന്നെ സംഗീതം ആ യാത്രയുടെ ഭാഗമാണ്. കേവലം തമാശകൾക്കപ്പുറം ജെറിക്ക് ഒരു ക്യാരക്ടർ ആർക്കുണ്ട്. അതിഗംഭീര കെമിസ്ട്രിയാണ് ലാലേട്ടനും സംഗീതം തമ്മിൽ. ലാലേട്ടൻ്റെ സന്ദീപിനെ നേർവഴിക്ക് നടത്താനും വേണ്ടി വന്നാൽ ഒന്ന് ശകാരിക്കാനും അധികാരമുള്ളയാളെന്ന് സംഗീത് തന്നെ റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കഥാപാത്രം നല്ലവണ്ണം ചിരിപ്പിക്കുന്നുണ്ട്. തിയേറ്ററിൽ ഹൃദയപൂർവ്വം എന്ന സിനിമയ്ക്ക് കിട്ടുന്ന ഓരോ കൈയടിയിലും സംഗീതം ഭാഗമാണ്. സിനിമ കഴിഞ്ഞിറങ്ങുന്നവർ ലാലേട്ടൻ സംഗീത് കോംബോയെ വാനോളം പുകഴ്ത്തുന്നു. ഇനിയും ഇവരെ ഒരുമിച്ച് സ്ക്രീനിൽ കാണണമെന്ന് വരെ പറയുന്നു. ഇതിലും വലിയൊരു അംഗീകാരം സംഗീത് പ്രതാപ് എന്ന അഭിനേതാവിന് കിട്ടാനുണ്ടെന്ന് തോന്നുന്നില്ല. പ്രേമലുവിൽ സംഗീത് പറയുന്ന ഒരു ഡയലോഗുണ്ട്, നീ എന്നെ നോക്ക്, എനിക്കൊക്കെ ഒരു ഒറ്റ ഗോളേ ഉള്ളൂ എന്ന്. അമൽ ഡേവിസ് ആ പറഞ്ഞത് ഇന്ന് സംഗീത് പ്രതാപ് യാഥാർത്ഥ്യമാക്കുകയാണ്. കൈ നിറയെ സിനിമകളാണ് ഇന്ന് സംഗീതിനെ തേടിയിരുന്നത്. സ്ക്രീനിൽ അയാളെ കാണുമ്പോൾ ചിരിയും മികച്ച പ്രകടനവും ഗ്യാരണ്ടി എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ടെങ്കിൽ അത് സംഗീത് പ്രതാപ് എന്ന അഭിനേതാവിലുള്ള വിശ്വാസമാണ്. ടിക്കി ടാക്കയും നായകനായി എത്തുന്ന മെഡിക്കൽ മിറാക്കിളും മമിത ബൈജു സംഗീത് ചിത്രവുമെല്ലാം ഇനി അടുത്ത ലെവലിലേക്ക് സംഗീതിലെ അഭിനേതാവിനെ കൊണ്ടെത്തിക്കട്ടെ.